നമസ്കാരം. ഞാൻ നവംബർ 16-ാം തീയതി മുതൽ ഒരാഴ്ചത്തേക്ക് ജപ്പാനിലേക്ക് ഒരു ബിസിനസ് ആവശ്യത്തിനായിട്ടുള്ള ഒരു ടൂറിൽ വന്നപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്ത സമയത്ത് എൻ്റെ മൊബൈൽ നഷ്ടപ്പെടുകയും അത് ഞാൻ റിട്രീവ് ചെയ്തെടുത്ത വഴികളെക്കുറിച്ചും ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഷോർട്സ് എടുക്കുന്നത്. നരിത്ത എയർപോർട്ടിൽ ഇറങ്ങി നരിത്തയിൽ നിന്ന് എനിക്ക് വേണു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വരേണ്ടത്. അപ്പം നരിത്ത എയർപോർട്ടിൽ ഇറങ്ങി അവിടുന്ന് സ്കൈലൈൻ എക്സ്പ്രസ് പിടിച്ച് വേണുവിലായിരുന്നു ഞങ്ങൾക്ക് ഹോട്ടല് ഉണ്ടായിരുന്നത്. അവിടെ വന്ന് ചെക്ക് ഇൻ ചെയ്തപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു മൊബൈൽ ഫോൺ കളഞ്ഞു പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ സ്കൈലൈൻ എക്സ്പ്രസിന്റെ കൗണ്ടറിൽ ചെന്ന് ഒന്ന് അന്വേഷിച്ചു. അപ്പൊ അവർ പറഞ്ഞു അവർക്ക് അത് കിട്ടിയിട്ടില്ല, അതിന് അവർക്കൊരു ആപ്പ് ഉണ്ട്, ആ ആപ്പിൽ നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള പോയിന്റാണ് അവർ ആദ്യം പറഞ്ഞത്. അപ്പോൾ കിട്ടുമ്പോൾ അവർ നമ്മളെ അറിയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സംശയം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഈ സ്കൈലൈൻ എക്സ്പ്രസ് എന്ന് പറയുന്നത് എയർപോർട്ട് മുതൽ വേണു സ്റ്റേഷൻ വരെയാണ്. ഇനി എങ്ങാനും എയർപോർട്ടിൽ വെച്ചാണോ മിസ്സായത്, അതോ എനിക്ക് ഫ്ലൈറ്റിൽ വെച്ചാണോ മിസ്സായത്? അതുകൊണ്ട് എത്തിഹാദിന്റെ ഫ്ലൈറ്റിലാണ് വന്നത്. എത്തിഹാദിന്റെ കസ്റ്റമർ കെയറിലും അവരുടെ ചാറ്റ് ബോക്സിലും ചാറ്റ് ചെയ്തു. അവര് ഏകദേശം ഒരു മണിക്കൂർ 2 മണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് റിപ്ലൈ തന്നു, അതായത് അവരുടെ കയ്യിൽ ഫോൺ നഷ്ടപ്പെട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ നരിത്ത എയർപോർട്ടിലും നമുക്ക് ഈ ഡിപ്പാർച്ചർ, അറൈവൽ അതുപോലുള്ള സ്ഥലങ്ങളിൽ വെച്ച് മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അതിനൊരു ആപ്പും ഉണ്ട്, കൂടാതെ മൊബൈൽ നമ്പറും ഉണ്ട്. മൊബൈൽ നമ്പർ ഡയറക്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ ഡേറ്റിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ നമുക്ക് സംസാരിക്കാവുന്നതാണ്. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുള്ളത് ഭാഷയാണ്. ജാപ്പനീസ് ഭാഷ അറിഞ്ഞിരിക്കണമെന്നുള്ളത് ഒരു പ്രധാന ഘടകമാണ്. ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ ഒരു പക്ഷേ ഫേസ് ടു ഫേസ് സംസാരിക്കുന്ന പോലുള്ള ക്ലാരിറ്റി നമുക്ക് ഫോണിലൂടെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഞാൻ കണ്ട ഒരു ബുദ്ധിമുട്ട്. പക്ഷെ അവരെയും നമ്മൾ മെയിലിലൂടെയും ചാറ്റ് ബോക്സിലൂടെയൊക്കെ അവർക്കും കറസ്പോണ്ടൻസ് കൊടുത്തെങ്കിലും അവരും നമുക്ക് നെഗറ്റീവായിട്ടാണ് റിപ്ലൈ തന്നത്. കാരണം അവരുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് റെസ്പോൺസ് തന്നത്. പിന്നെ എനിക്ക് കൂടുതൽ സംശയം ഉണ്ടായിരുന്നത് സ്കൈലൈനറിൽ വെച്ചാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. സ്കൈലൈനർ എന്ന് ഉദ്ദേശിച്ചത് നരിത്ത എയർപോർട്ടിൽ നിന്ന് യൂനോ സ്റ്റേഷൻ വരെ എത്തുന്ന ഒരു എക്സ്പ്രസ് ട്രെയിൻ ആണ്. അപ്പോൾ ആ എക്സ്പ്രസ് ട്രെയിനിന്റെ കൗണ്ടറിൽ, ഇവിടുത്തെ യൂനോ സ്റ്റേഷന്റെ കൗണ്ടറിൽ പോയി പിന്നീട് ഒരു പ്രാവശ്യം കൂടെ അന്വേഷിച്ചപ്പോൾ അവർക്കൊരു ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷൻ ഉണ്ടെന്ന് പറയുകയും ആ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷനിൽ അന്വേഷിക്കാൻ പറയുകയും ചെയ്തു. രണ്ടാമത് ചെന്നപ്പോഴും അവിടെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷനിലുള്ള ആൾക്കാർക്ക് ഇംഗ്ലീഷ് ഭാഷയോടുള്ള പരിജ്ഞാനം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവർക്ക് വളരെ നന്നായി മനസ്സിലാക്കാൻ പറ്റുന്നുമില്ല. അവർ ആ ഒരു സ്റ്റേഷനിൽ മാത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് റിപ്ലൈ മാത്രമേ പറയുന്നുള്ളൂ. എന്നാൽ നേരെ മറിച്ച് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിൽ അവർക്ക് നോക്കിയാൽ എൻ്റെ ഈ ഫോൺ വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ച് പറയാവുന്നതാണ്. പക്ഷെ നമുക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവർക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റാത്തതുകൊണ്ട് അവർ ആ സ്റ്റേഷനിൽ ഇല്ല എന്ന് മാത്രമാണ് നമുക്ക് പറഞ്ഞു തന്നത്. പിന്നെ ഇന്ന് ഞാൻ തിരിച്ച് 21-ാം തീയതി ഇന്ന് ഞാൻ തിരിച്ച് അബുദാബിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെയും എനിക്ക് ഒരു അവസരം കിട്ടിയപ്പോൾ ഞാൻ പോയി അവിടെ സ്കൈലൈനർ എക്സ്പ്രസിന്റെ യൂണോ കൗണ്ടറിൽ പോയി അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് ഒരു യുവതി, ഒരു വളരെ നല്ല കേപ്പബിൾ ആയിട്ട് എനിക്ക് തോന്നി. അവരോട് ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ പറയുകയും അവര് എൻ്റെ അടുക്കല് ഫോണിന്റെ ഫോട്ടോ എടുത്ത് ചെക്ക് ചെയ്യുകയും, എൻ്റെ കയ്യിൽ ഫോട്ടോ ഉണ്ടായിരുന്നു, കളഞ്ഞുപോയ ഫോണിന്റെ ഫോട്ടോ ഉണ്ടായിരുന്നു, അത് ചെക്ക് ചെയ്യുകയും അവരുടെ ആപ്പിൽ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു സ്കൈലൈനറിൽ പോകുന്ന എല്ലാ സ്റ്റേഷനിലും പോകുന്ന അവർക്കൊരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഫോണിന്റെ ഫോട്ടോസ് എല്ലാം ഓരോന്നോരോന്നായി എന്നെ കാണിച്ചു. അപ്പൊ അതില് എൻ്റെ ഫോൺ ഞാൻ കണ്ടെത്തിയപ്പോൾ അവരോട് ഞാൻ ചൂണ്ടിക്കാണിച്ചു, ഇതാണ് എൻ്റെ ഫോൺ ചൂണ്ടിക്കാണിക്കുകയും അവർ ഓരോ ഫോണിനും ഓരോ ID ഉണ്ട്. ആ ID നമ്പർ റെഫറൻസ് എടുത്ത് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ സ്റ്റേഷനിലല്ല, ഇവിടുന്ന് ഒരു 4 സ്റ്റേഷൻ മാറി മറ്റൊരു സ്റ്റേഷനിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ID നമ്പർ കൊണ്ടുവന്നിട്ട് അവിടുത്തെ ലോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ കാണിച്ചാൽ നിങ്ങൾക്ക് ഇത് അവിടെ കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആ സ്റ്റേഷനിൽ എത്തുകയും അവിടെ ചെന്ന് ഈ ID നമ്പർ കാണിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ പാസ്പോർട്ടും കൂടെ കാണിച്ചപ്പോൾ അവര് നമുക്ക് നമ്മുടെ ഫോൺ തിരിച്ചു തന്നു. കൂടാതെ എന്നോട് പറഞ്ഞു പാസ്കോഡ് ഇട്ട് അൺലോക്ക് ചെയ്ത് കാണിക്കണമെന്ന് പറഞ്ഞു ഫോൺ. ഞാൻ പാസ്കോഡ് ഇട്ട് അൺലോക്ക് ചെയ്ത് കാണിക്കുകയും അത് ചെറിയൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക, പേരും അഡ്രസ്സും ഡീറ്റെയിലും ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുകയും എനിക്ക് അവർ ഫോൺ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ലെസൺ ലേണും കൂടെയാണ് എനിക്കിത്. ഫോൺ നമ്മുടെ സാധനങ്ങൾ യാത്ര ചെയ്യുമ്പോൾ കളഞ്ഞു പോകാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് എടുക്കേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ അത് ചില സാഹചര്യങ്ങളിൽ നമുക്ക് അറിയാൻ മേലാത്ത സ്ഥലത്ത് പെട്ടു പോകുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തിക്കും തിരക്കിലുമാണ് നമുക്ക് പലപ്പോഴും സാധനങ്ങൾ കളഞ്ഞു പോകുന്നത്. അത്
ഈ ഒരു കേസിൽ അതൊരു ലെസൺ ലേൺ ആവുകയും ചെയ്തു. കൂടാതെ ജപ്പാനിൽ ഇത് കളഞ്ഞു പോയാൽ നമുക്ക് തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. കാരണം ഇവിടുത്തെ വളരെ സത്യസന്ധമായിട്ടുള്ള ഒരു ജനതയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം കളഞ്ഞ് പോയ ഒരു സാധനം കറക്റ്റായിട്ട് അത് പോസ്റ്റ് ആൻഡ് ഫൗണ്ടിൽ ഏൽപ്പിക്കുകയും അത് നമ്മളുടെ പരിശ്രമത്തിലൂടെ നമുക്കത് തിരിച്ചു കിട്ടുകയും ചെയ്തത് ഒരു വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ നാടിനെ കുറിച്ച് എനിക്ക് തോന്നി.